തിരഞ്ഞെടുപ്പ് അടുത്തു. 18 വയസ്സ് തികഞ്ഞിട്ടും ഇതുവരെ വോട്ടർ ഐ ഡി ലഭിച്ചില്ലേ? ഇനി ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാം. അതിനായി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർക്കാത്തവർക്ക് മാർച്ച് 25 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന്റെ 10 ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുന്നത്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വോട്ടർ പട്ടികയിൽ പേര് രജിസ്ട്രേഷനും പരിഷ്കരണത്തിനും ഫോമുകൾ സമർപ്പിക്കാനും ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും പരാതികൾ നൽകാനും കഴിയുന്ന സമഗ്രമായ ആപ്ലിക്കേഷനാണ് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഫോണിൽ വരുന്ന OTP ഉപയോഗിച്ച് ലോഗിൻ രജിസ്ട്രേഷൻ നടത്താം. അപേക്ഷകർക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷയുടെ എൻട്രികൾ പൂരിപ്പിക്കാൻ കഴിയും. ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്ന ഓപ്ഷൻ തുറന്ന് സംസ്ഥാനം, ജില്ല, പാർലമെന്റ്, നിയമസഭാ മണ്ഡലങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ, ഇമെയിൽ ID, ജനന തീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാൻ. തുടർന്ന് അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ പേര് ഉൾപ്പെടുത്തും. ശേഷം നൽകിയിരിക്കുന്ന വിലാസത്തിൽ തപാൽ വഴി വോട്ടർക്ക് തിരിച്ചറിയൽ കാർഡ് അയക്കും. You are watching India's first NGO television, Malanadu TV India.